ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം നാളെ മുതൽ. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകശ്മീരിൽ. പൂഞ്ചിൽ ഭീകരർക്കായി സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നീസ് മാൻഡുറോവുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. മണ്ഡലകാലത്തിന് സമാപനം. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൌദുമായി ടെലിഫോണിലൂടെ ആശയവിനിമയം നടത്തി. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സംസാരിച്ച ഇരു നേതാക്കളും ഭീകരവാദം, അക്രമങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടൽ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും പങ്കുവച്ചു. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷം സെപ്റ്റംബറിൽ സൌദി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്നുള്ള ഉഭയകക്ഷി തന്ത്രപ്രധാന പങ്കാളിത്ത പുരോഗതിയും ഭാവി ഉഭയകക്ഷി പങ്കാളിത്ത അജണ്ടയും ഇരുവരും ചർച്ച ചെയ്തു. സമുദ്ര സുരക്ഷയും നാവിഗേഷൻ സ്വാതന്ത്ര്യവും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും സംഭാഷണത്തിൽ ചർച്ചയായി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കുചേരും. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ, പ്രാദേശികതല പ്രതിനിധികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും. വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് എറണാകുളം ജില്ലയിൽ രാവിലെ രാമമംഗലത്തും ഉച്ചകഴിഞ്ഞ് പാലാക്കുഴ ഗ്രാമപഞ്ചായത്തിലും പര്യടനം നടത്തും. പത്തനംതിട്ട ജില്ലയിൽ 35 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി യാത്ര തുടരുന്നു. റാന്നി, പഴവങ്ങാടി, വെച്ചൂച്ചിറ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് യാത്രയെത്തും. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്, നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയാകും. ഇന്ന് ഉച്ചയ്ക്കാണ് പരിപാടി. നാവികസേനയിൽ INS ഇംഫാൽ കമ്മീഷൻ ചെയ്യപ്പെട്ടത് ഇന്ത്യയ്ക്ക് അഭിമാന നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന സ്വാശ്രയത്വത്തിന്റെ തെളിവാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ഇന്ത്യയുടെ നാവിക മികവിനെയും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തെ ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം നാളെ ന്യൂഡൽഹിയിൽ ചേരും. സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. 2022 ജൂണിൽ ധർമ്മശാലയിലും കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹിയിലുമായിരുന്നു ആദ്യ 2 സമ്മേളനങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം. ഭൂമിയും സ്വത്തും, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം എന്നിവയാണ് സമ്മേളനം ചർച്ച ചെയ്യുന്ന 5 ഉപവിഷയങ്ങൾ. ഇവ കൂടാതെ അഭിലാഷ ജില്ലാ പരിപാടിയും ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി സാധ്യതകൾ സംബന്ധിച്ചും പ്രത്യേക സെഷനുകളും നടക്കും. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ പുനരധിവാസം, അമൃത് സരോവർ, ടൂറിസം പ്രമോഷൻ, ബ്രാൻഡിംഗിൽ സംസ്ഥാനങ്ങളുടെ പങ്ക്, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, PM സ്വനിധി എന്നിവയിലും ചർച്ചകൾ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മു കശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുവിലെത്തും. രാജ്ഭവനിൽ ഉന്നതതല യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. യോഗത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, കരസേന, അർദ്ധസൈനിക വിഭാഗങ്ങൾ, പോലീസ്, ഇന്റലിജൻസ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി അതിർത്തി ജില്ലകളിലും ശ്രീ സിംഗ് സന്ദർശനം നടത്തും. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ കഴിഞ്ഞയാഴ്ച 4 സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ ആക്രമണത്തിന് പിന്നിലെ ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നു. നിരവധി പേരെ ചോദ്യം ചെയ്തു. സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ഭീകരർ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. പരിശീലനം നേടിയ സ്നിഫർ നായകളും അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് പ്രതികൂല കാലാവസ്ഥയിലും വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ സ്ഥലത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
ജമ്മുകശ്മീരിൽ നിന്നും ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. ജമ്മുവിൽ വീർ ബാൽ ദിവസ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡോറോവുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, ധനകാര്യം, കണക്ടിവിറ്റി, ഊർജ്ജം, വ്യോമയാനം, ആണവോർജ്ജം എന്നീ മേഖലകളിലെ സഹകരണത്തെ സംബന്ധിച്ച് ഇരുവരും വിലയിരുത്തി. ആണവോർജ്ജം, ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ചെം പ്ലൂട്ടോ, സായിബാബ എന്നീ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്നലെ മുംബൈയിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ഇംഫാൽ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാവികസേനയുടെ നിരീക്ഷണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. ചെങ്കടലിൽ കണ്ടെയ്നർ കപ്പലിന് നേരെ ഇന്നലെ നടന്ന മിസൈൽ ആക്രമണത്തിന്റെയും ഇസ്രായേലിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുവാനുള്ള ശ്രമത്തിന്റെയും ഉത്തരവാദിത്തം യമനിലെ ഹൂതി സേന ഏറ്റെടുത്തു. സൗദി അറേബ്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കുള്ള യാത്രാമധ്യേയാണ് യുണൈറ്റഡ് എട്ടാമൻ എന്ന കപ്പലിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല. ഇറാഖിലും സിറിയയിലുമുള്ള തങ്ങളുടെ സൈനികർക്കു നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് US സൈന്യം തിരിച്ചടിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ഇറാഖിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളങ്ങൾക്ക് നേരെയാണ് US സൈന്യം പ്രത്യാക്രമണം നടത്തിയത്. ഇന്നലെ ഇറാഖിലെ US വ്യോമതാവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ US സൈനികർക്ക് പരിക്കേറ്റിരുന്നു. കതൈബ്, ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുടെ ഒളിത്താവളങ്ങൾ ആക്രമിച്ചതായി US പ്രതിരോധ മേധാവി പറഞ്ഞു. ഇന്ന് അന്താരാഷ്ട്ര പകർച്ചവ്യാധി പ്രതിരോധ ദിനം. പകർച്ചവ്യാധികൾക്കെതിരെയുള്ള തയ്യാറെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര പൊതുസഭ 2020 അന്താരാഷ്ട്ര പകർച്ചവ്യാധി തയ്യാറെടുപ്പ് ദിനം ആദ്യമായി ആചരിച്ചത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഭാവിയിലെ പകർച്ചവ്യാധി ഭീഷണികൾക്കെതിരെ തയ്യാറെടുക്കുന്നതിനും വിവിധതരം പകർച്ചവ്യാധികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി ഡിസംബർ 27 അന്താരാഷ്ട്ര പകർച്ചവ്യാധി പ്രതിരോധ തയ്യാറെടുപ്പ് ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും തീരുമാനിക്കുകയായിരുന്നു. ന്യൂഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം ഇന്നലെ സ്ഫോടനം നടന്നു. ആർക്കും അപകടമില്ലെന്നും എല്ലാ നയതന്ത്ര ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഒഹാദ് നക്കാഷ് കെയ്നാർ പറഞ്ഞു. പ്രദേശത്ത് തിരച്ചിൽ നടക്കുകയാണ്. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ച് ശബരിമലയിൽ ഇന്ന് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കും. രാവിലെ 10:30 11:30 ഇടയിലാണ് മണ്ഡലപൂജ നടക്കുക. മണ്ഡലപൂജയ്ക്ക് ശേഷം ഇന്ന് രാത്രി 11 ശബരിമല നട അടച്ചാൽ മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30 വൈകിട്ട് വീണ്ടും നട തുറക്കും. ജനുവരി 15 മകരവിളക്ക്. അന്ന് വെളുപ്പിന് 2:46 മകരസംക്രമ പൂജ നടക്കും. മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന താൻസൻ ഫെസ്റ്റിവലിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ 12,000 തബലവാദകരുടെ പ്രകടനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ സംഗീതത്തെ പുതിയ ഉയരങ്ങളിലെത്തിക്കുവാനുള്ള ഈ ശ്രമം അങ്ങേയറ്റം പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണ് ഇത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ആദ്യ ദിനം മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. INS ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ ഏറ്റുമുട്ടും. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനം നാളെ മുതൽ. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കും. സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ജമ്മുകശ്മീരിൽ. പൂഞ്ചിൽ ഭീകരർക്കായി സുരക്ഷാ സേനയുടെ തിരച്ചിൽ തുടരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡോറോവുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. മണ്ഡലകാലത്തിന് സമാപനം. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.